ഇപ്പൊ ഈ സെർവറിൽ എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നു. അയ്യോ ഈ സെർവറിൽ ഇപ്പൊ ആരുണ്ട് ഗൈസ്? ആരാ അത്? നിന്റെ പേരെന്നാ? ഇല്ല ഞാൻ ഇരിക്കത്തില്ല, ഞാൻ വീട്ടിൽ പോവാ. ടാറ്റാ. പറ. എന്നെ കൊല്ലാൻ പോവാണോ? അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാൻ പാവപ്പെട്ടന്നെ. എന്റെ കണ്ണിലോട്ട് നോക്കൂ. നോക്കി കണ്ണി നോക്കി. ഇപ്പൊ കണ്ണിലോട്ട് നോക്കിയിട്ട് ഒരു കറുത്ത കുരു കാണുന്നുണ്ട്, ബാക്കിയൊന്നും കാണുന്നില്ല. എന്നെ അടിക്കാതെ ഞാൻ ചത്തു. നമ്മളിവിടെ കോമഡി ഇല്ല, നമ്മളിവിടെ സീരിയസ് മാത്രം. ഓക്കേ SR പറയൂ. നീ ഇപ്പോ നിന്റെ ഏജന്റ് ടീമിലെ ഒരു അംഗമാണ്, മനസ്സിലായോ? അതെ. അപ്പൊ നമ്മുടെ ജോലി എന്താന്ന് വെച്ചാൽ ഈ സെർവറിൽ എന്തൊക്കെ തെറ്റി കിടക്കുന്നു അതെല്ലാം തിരിച്ച് ചെയ്യുന്നവരെയൊക്കെ തിരിച്ച്. അപ്പൊ പണിയാതെ കിടക്കുന്ന വീടൊക്കെ പണിത് കൊടുക്കണം. അതൊന്നും ചെയ്യണ്ട, അത് അവര് ചെയ്തോളും. നമ്മൾ ചെയ്യാൻ പറയണം, അപ്പൊ അവര് ചെയ്യാം. ഓ ബ്രദർ, പറ. അപ്പൊ എന്റെ പേര് ഏജന്റ് ഇസർ എന്നാണ്. അപ്പൊ ഇന്ന് പോലെ നിന്റെ പേര് ഏജന്റ് വൈ എന്നായിരിക്കും. ഓക്കെ. അപ്പൊ ഈ പണി ചെയ്താൽ എനിക്ക് ഡയമണ്ട് കിട്ടൂ? ഡയമണ്ട് ഒന്നും കിട്ടല. എന്നാ ഓക്കെ, ഞാൻ നിന്റെ കൂടെ ചേരാം. എനിക്കൊരു സൂട്ട് തരണം നിന്റെ അത്ര. എനിക്ക് നിന്റെ സൂട്ട് ഇഷ്ടപ്പെട്ടു. നാളെ തരാം. ഇപ്പൊ എന്റെ കാശില്ല, ഞാൻ ഇനി മോട്ടിക്കൊണ്ട് വരണം. മോട്ടിക്കല്ല, പണി ഉണ്ടാക്കിക്കൊണ്ട് വരണം. നിന്റെ കഴുത്തേരിക്കും, നിന്റെ ചെവിക്കകത്തിരിക്കുന്ന ഹെഡ്സെറ്റ് കൊള്ളാലോടാ. എത്ര രൂപ? ഏതാ ബോട്ട്? കമ്പനി ഏതാ? ബോട്ടാണോ? അല്ലല്ല, ഫയർ ബോട്ട്. ഓ നൈസ്. ഞാൻ പറയട്ടെ, ഇവിടെ നമ്മളുള്ള കാര്യം ആരോടും പറയാൻ പാടില്ല. ഇവിടെ സ്നീക്ക് ചെയ്തുകൊണ്ട് നടക്കണം. എന്റെ പേര്, നമ്മുടെ പേരാരെങ്കിലും കാണും. അതുകൊണ്ട് നമുക്കിനി ഇത് തന്നെ സംഭവം. ഇതന്നെ സാധനം തന്നെ. ഇത് റെയർ ബോക്സ് ആണ്. കഷ്ടപ്പെട്ട് അങ്ങ് മലയെന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വന്നതാ. മനസ്സിലായോ? മനസ്സിലായി. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോണം? നമുക്ക് ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെയൊക്കെ പിടിക്കാൻ പോവാ. അയ്യോ രാത്രി എന്റെ അമ്മച്ചിയെ എന്നെ കൊല്ലുവേ. സെർവറിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? സെർവറില് നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ നിഹാദ് എന്ന് പറഞ്ഞൊരു കുറ്റവാളി കേറിയിട്ടുണ്ട്. കുറ്റവാളി കയറി, നമുക്ക് അവനെ അടിച്ചു കൊല്ലണം. അയാളെ പിടിക്കാൻ പോവാ. നമുക്ക് അയാളെ പിടിച്ച് ജയിലിലോട്ടിടണം. അപ്പൊ അയാള് കുറ്റകൃത്യം ചെയ്യുന്നുണ്ടോ നോക്കിട്ട് വരാം. അപ്പൊ നിന്റെ സൂട്ടൊക്കെ നാളെ വാങ്ങിട്ട് വരും. കടം മേടിച്ചാണെങ്കിലും അവന്റെ ബേസിക് കാണും. നമുക്ക് അവന്റെ ബേസിലോട്ട് പോയാലോ? ഏജന്റ് ഇസഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വേൾഡിൽ കുറെ ആൾക്കാര് മുട്ട പപ്സ് തിന്നിട്ട് തൊണ്ടയ്ക്കുടക്കി ഇരിപ്പുണ്ട്. ഈ സെർവറിൽ മുട്ട പപ്സ് തൊണ്ടയ്ക്ക് കയറി ഉടക്കിയാരെ ഇരിപ്പുണ്ട്. ഇതാണ് ആ കൊലയാളിയുടെ വീട് കാണുമ്പോ തന്നെ ഒരു കള്ള ഇതുണ്ട്. എടേ ഇവനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനത്തിനെ. ഈ വെള്ള പൂച്ചേനെ നിഹാദിന്റെ കള്ള പീസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗോയ്സ്. സ്റ്റോൺ മേക്കർ ആണ് ഗോയ്സ്. അല്ലല്ല, ഇത് കള്ള സ്റ്റോൺ. വെളിയിൽ ദുബായിൽ നിന്ന് കള്ളക്കടത്തി ചെയ്തോണ്ടിരുന്ന സ്റ്റോണും പിന്നെ ബോൺമീലും ഗൈസ്. എല്ലാരും നോക്കണം, ബോൺമീല് സ്റ്റോണും എല്ലാം കള്ളക്കടത്തി. ബോൺമീല് ഇവിടെ നിഹാദിന് കഞ്ചാവ് കൃഷി ഗൈസ്. ഈ പൂച്ച കോഹിനോർ മിസ്റ്റർ ക്യൂവിന്റെ പൂച്ചയാണ് ഗൈസ്. അതിന് അടിച്ചോണ്ട് കണ്ടോ, നോട്ടം കണ്ടോ. കടത്തിക്കൊണ്ട് വന്നോ ഇതിനൊക്കെ സ്വർണ്ണത്തിന്റെ പച്ചക്കളർ അടിച്ച് തൂക്കിയിട്ടേക്കുന്നവൻ. അറെ തല വെട്ടിട്ട് ചോരമയം. കൊലയാളി ലെഫ്റ്റ് ആയി ഗൈസ്. ഇല്ല ബാ, ഫസ്റ്റ് പോയി ഒളിക്കുക, എന്നിട്ട് നോക്കാം. നമ്മളൊരു സ്പൈയാ, അല്ല നമ്മള് നാട്ടിൽ കൂടെ കറങ്ങി നടക്കുന്ന മറ്റേ വഴി കൂടെ നടക്കുന്നവരല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ആണെന്നല്ല, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ 1500 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ഗോള്. ബൈ. പറഞ്ഞാലും നമ്മൾ ഇൻട്രോ എടുത്തില്ല. ഹലോ ഗായ്സ്, 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.